കുംഭമാസത്തിലെ നല്ല അസല് ചൂടിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി കുടിക്കണത് ഉത്തമമാണ്. കാരണം എന്താ വെച്ചാൽ വേഗം ദഹിക്കും. ഇത് പൊടിയരി കഞ്ഞിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കും. അത് തൈര് കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വിശേഷമാണ്. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത തൈര് ഈ കഞ്ഞിയിലേക്ക് ആവശ്യാനുസരണം യോജിപ്പിച്ച് നല്ലപോലെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ള ലളിതമായിട്ടുള്ള തൈര് കഞ്ഞി റെഡിയാവും. നല്ല നാടൻ ജാതിക്ക ചമ്മന്തി, വറ്റൽമുളകൊക്കെ ചുട്ട് ജാതിക്ക ചേർത്ത് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. പിന്നെ കഞ്ഞിക്ക് എപ്പോഴും പയർ നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ വൻപയർ ഉപ്പേരി, നല്ല പയറുപ്പേരി. ഇനി കഞ്ഞിക്ക് ഇടയിലൊന്ന് കടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കടുമാങ്ങ. ഇന്ന് നമ്മൾ ചമ്മന്തി അരയ്ക്കണത് ജാതിക്ക കൊണ്ടാണ് കേട്ടോ. ഇതുപോലത്തെ ചെറിയ 2 ജാതിക്കായാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സമ്മർ സീസണിൽ വേനൽക്കാലത്ത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഈ ജാതിക്ക. ജാതിക്കയുടെ ഔഷധ ഗുണങ്ങൾ അനവധിയാണ്. ജാതിപത്രിയുടെ ഗുണങ്ങൾ നമുക്കറിയാതിട്ട് തിളപ്പിച്ച വെള്ളം ഉദരസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വയറിനൊക്കെ നല്ലതാണ്. അതുപോലെ ജാതിക്കയുടെ തൊലിയോട് കൂടി കഷ്ണങ്ങൾ കടിച്ച് കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. തൊലിയോട് കൂടിയിട്ട് ചമ്മന്തിയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഗുണം കൂടുതലാണ്. പക്ഷെ ചെറിയൊരു ചവർപ്പ് വരും. അതുകൊണ്ട് മാത്രം ഞാനിതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഈ 2 ജാതിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണ്. 2 കൈപ്പിടി അളവിൽ തേങ്ങ ചിരകിയത്, അതിലേക്ക് 2 ചെറിയ ജാതിക്ക തൊലി കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയത്. വലിയ ജാതിക്കയാണെങ്കിൽ 1 മതിയാവും. പിന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ പുളി ഒന്ന് നോക്കണം കേട്ടോ. ചിലത് വല്ലാതെ പുളി കുറഞ്ഞതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കിളുന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അരിനെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി കൂടി ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ 2 എടുത്തുകൊണ്ട് പുളി കറക്റ്റാവും. ഇനി ഇതിലേക്ക് 1 തണ്ടോളം കറിവേപ്പില. പിന്നെ ശരിക്കും വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം. അതില്ലാത്തതുകൊണ്ട് ഞാനൊരു സവാളയുടെ ചെറിയ കഷ്ണമാണ് മുറിച്ചെടുത്തിരിക്കണേ. ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറിയ കഷ്ണമേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് വലിയ കഷ്ണം ഇഞ്ചി എടുത്താൽ അത് ഇതിൻ്റെ കൂടെ മാച്ച് ആവില്ല. പിന്നെ വറ്റൽമുളക് ഒരു 6-7 എണ്ണം എടുക്കാം. ബാക്കിയെല്ലാം പച്ചക്കാണ്. ഇവിടെ നമ്മൾ മുളക് മാത്രം ഉണ്ടല്ലോ, ഞാൻ ഒന്ന് ചുട്ടാണ് എടുത്തിരിക്കുന്നത്. ചുട്ട മുളക് തന്നെയാണ് സ്വാദും. ഇനി ഇത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ ഉരുട്ടി ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ പതുക്കെ കറക്കിയെടുത്താൽ അരഞ്ഞു കിട്ടും. അപ്പോൾ എനിക്ക് മാങ്ങാ ചമ്മന്തിയേക്കാളും അല്ലെങ്കിൽ വാളംപുളി ചേർത്തിട്ട് അരയ്ക്കണ ചമ്മന്തിയേക്കാളും ഈ തൈര് ചേർത്ത് അരയ്ക്കണ ചമ്മന്തിയേക്കാളും ഒക്കെ ഇഷ്ടം ഈ ജാതിക്ക ചമ്മന്തിയാണ്. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒരു തവണ ഉണ്ടാക്കി നോക്കണം. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ട. പക്ഷേ ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ചമ്മന്തിയിൽ ഈ ജാതിക്ക ചമ്മന്തി ഉണ്ടാവും. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് ജാതിക്ക പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് തൈര്. പ്രോബയോട്ടിക്സ് ധാരാളം ഉണ്ട്. അത് മാത്രമല്ല നല്ല കൂളിംഗ് ആണ്, നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കണതും കൂടിയാണ്. ദഹനത്തിനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഒരു തൈര് കഞ്ഞി ഉണ്ടാക്കണ സമയത്ത് അതിലേക്ക് ഒഴിക്കേണ്ട തൈര്, ഇഞ്ചി തൈരിന് നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം നമ്മൾ കുനുകുന പരമാവധി ചെറുതാക്കിയിട്ട് നുറുക്കുക. കാരണം നമ്മൾ കടിച്ച് തുപ്പാതെ നമുക്ക് തന്നെ ചവച്ചിറക്കാൻ പാകത്തിന്. വലിയ വലിയ കഷ്ണങ്ങളായാൽ നമ്മളത് ചവച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ അതല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ അത് നമുക്ക് കഴിക്കാം. അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് 1-2 പച്ചമുളക്. പിന്നെ കറിവേപ്പില നല്ലോണം കൈകൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ തൈരിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞെരടി തിരുമ്പി യോജിപ്പിക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും അതുപോലെ മുളകിൻ്റെ എരിവും ഇതിൻ്റെയൊക്കെ കൂടി വാസനയും തൈരിൽ നന്നായിട്ട് പിടിക്കാൻ എളുപ്പമാണ്. കഞ്ഞി ഉണ്ടാക്കണതിന് കുറച്ച് മുമ്പ് ഒരു 1-2 മണിക്കൂർ മുമ്പൊക്കെ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ തൈരിന് നല്ല വാസന ഉണ്ടാവും. ഇതിലേക്ക് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ചേർക്കുക. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു 1-2 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. വൻപയർ ഒരു 4-5 മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊരു 3-4 വിസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കണം. ഇനി പയർ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചേ, അപ്പോൾ ഉള്ളിയിലേക്ക് മാത്രം കുറച്ച് ഉപ്പിട്ടിട്ട് ചെറിയ വല്ലാണ്ട് ഇങ്ങനെ ബ്രൗൺ നിറാവണ വരെ മൂപ്പിക്കണ്ട,
ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ നിറാവണത് വരെ വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നല്ലൊരു വാസനയ്ക്ക് വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി നന്നായിട്ട് പിച്ചിയിട്ട് ചേർക്കാം. ഉള്ളി ഒന്നായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചവാസന മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലുള്ള വെള്ളം, വൻപയറിലുള്ള വെള്ളം ഞാൻ ഊറ്റി കളയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അതിൻ്റെ ഗുണമൊക്കെ അതിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. പയറങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇതിനെ പയറുപ്പേരി എന്ന് പറയും. തൃശ്ശൂർ ഭാഗത്ത് അധികവും ഞാൻ കേട്ടിട്ടുള്ളത് എന്താ, വൻപയറും പരിപ്പൊക്കെ കുത്തിക്കാച്ചിയതെന്നൊക്കെ. ഞാനങ്ങനെ കുത്തിക്കാച്ചിയതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കാറില്ല. അതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കും തോന്നുന്നു, അല്ലെങ്കിൽ എന്താ പയറ് വരട്ടിയത്, അങ്ങനെ പല പല രീതിയിൽ ഇതിനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിത് പയറുപ്പേരിയാണ്. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് എല്ലാവരും എൻ്റെ ഈ ഒരു തൈര് കഞ്ഞിയും, സ്പെഷ്യലായിട്ടുള്ള തൈര് കഞ്ഞിയും സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തിയും, വൻപയർ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.